വിവാദമായ മുട്ടിൽ മരം മുറിക്കേസിലാണ് ഏറെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. മരം മുറിക്കേസിൽ കുറ്റപത്രം ദുർബലമാക്കി കേസ് അന്വേഷണത്തെ അട്ടിമറിച്ചു എന്നാണ് വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ജോസഫ് മാത്യു ആണ് ഈ ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ജനം ടിവിക്ക് അനുവദിച്ച എക്സ്ക്ലൂസീവ് അഭിമുഖത്തിലാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് എന്നുള്ളതാണ്. ഐസണിലേക്കും പ്രജിത്തിലേക്കും പോകുന്നു. ആദ്യം പ്രജിത്തിലേക്ക്. പ്രജിത്ത്, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് എത്രമാത്രം ഗുരുതരമായ കുറ്റകൃത്യമാണ് റവന്യൂ സെക്രട്ടറിയുടെയും നിലവിൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയായ ജയതിലകിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ അന്നത്തെ കളക്ടറായിരുന്ന വയനാട് ജില്ലാ കളക്ടറായിരുന്ന ഡോക്ടർ അദീല അബ്ദുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ്. ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിറക്കുന്നു. അതിന് ശേഷം ഈ വിവാദം വന്നതിന് ശേഷവും കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിൽ ദുർബലമായ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുന്നു. ഒരു വലിയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്? അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 2020 റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ ഇരിക്കുമ്പോൾ ജയതിലക് ഇത്തരമൊരു ഓർഡർ ഇറക്കിയത് സർക്കാരോ മുഖ്യമന്ത്രിയോ വനം വകുപ്പ് മന്ത്രിയോ ഒന്നും അറിയാതെയല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ 3 മാസം മാത്രം ആയുസ്സുണ്ടായിരുന്ന ഒരു സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ മുറിച്ചു മാറ്റുകയും മുട്ടിൽ പോലൊരു ഗ്രാമത്തിൽ നടന്നത് 100 കണക്കിന് മരങ്ങളാണെന്ന് മുറിച്ചു മാറ്റപ്പെട്ടത്. അത് സംബന്ധിച്ച അതിന് പിന്നീട് അതിൻ്റെ കേസ് അന്വേഷണത്തിൻ്റെയൊക്കെ നാൾവഴികളൊക്കെ നമ്മൾ കണ്ടതാണ്. അന്വേഷണം സംബന്ധിച്ച പല ഘട്ടത്തിലും പല വീഴ്ചകളും ചൂണ്ടിക്കാട്ടപ്പെടുകയും കുറ്റപത്രം സമർപ്പിക്കുന്നതൊക്കെ വൈകുന്നതടക്കമുള്ള നിരവധി പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ആദ്യഘട്ടം മുതൽ തന്നെ ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ പോലും പല ഘട്ടത്തിൽ ഉയർന്നു വന്നതുമാണ്. അതിലാണ് ഇപ്പോൾ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങളിൽ ജനം ടിവിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലൂടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന ആൾ തന്നെ ഇത്തരം കുറച്ച് ചില വ്യക്തതകൾ നൽകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഒരു കോടതി ഉത്തരവുകൾ നിലനിൽക്കെ ഇത്തരമൊരു വിഷയത്തിൽ ആ ഒരു കുറ്റകൃത്യം നടക്കാൻ കാരണമാകുന്ന ഒരു ഉത്തരവിറക്കുന്നതിൽ ഒരു സർക്കാർ തലത്തിൽ നിന്നുള്ള അറിവോടെ അല്ലാതെ ആ ഉത്തരവ് ഉണ്ടാകില്ല. ആ ഉത്തരവ് പുറത്തിറങ്ങുന്നതിൽ കൃത്യമായ അറിവ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്ന ഒരു കാര്യം. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, അന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്, ഈ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും.